നമസ്കാരം. തീർത്ഥയാത്ര എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ യാത്രയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ യാത്ര നാം ഭക്തി പുരസ്സരം പോകുന്നത് തിരുവിലഞ്ഞാൽ ദേവീക്ഷേത്രത്തിലേക്കാണ്. യാ ദേവി സർവഭൂതേഷു ശക്തി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. സകല ഭൂതങ്ങളിലുമുള്ള ശക്തിയായ ദേവിയെ നാം നമസ്കരിക്കുന്നു. കേരളത്തിന്റെ ഹൃദയഭൂമിയിൽ പ്രകൃതിയുടെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവീക സാന്നിധ്യം. ഇതൊരു ക്ഷേത്രം മാത്രമല്ല, ഇതൊരു അനുഭവമാണ്, ഒരു ആത്മീയ പ്രകാശമാണ്. ഒരു കാലത്ത് ഇവിടം കാടായിരുന്നു. അവിടെ തന്നെ ഉദിച്ചുയർന്ന ദൈവീക ശക്തി ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു. കാടിന്റെ കാറ്റിൽ കേൾക്കുന്ന മന്ത്രനാദം ഇലകളിൽ പോലും ഉൾക്കൊള്ളുന്നു ദേവിയുടെ ശ്വാസം. ഇവിടെ ദേവി വനദുർഗയായി വാഴുന്നു. ഇവിടുത്തെ ഒരു അപൂർവ കാഴ്ചയാണ് ശ്രീകോവിൽ. ശ്രീകോവിലിൽ മേൽക്കൂരയില്ല, ആകാശം തന്നെയാണ് ദേവിയുടെ ആലയം. നക്ഷത്രങ്ങൾ ദീപമായി, ആകാശം കാവലായി ദേവി ഇവിടെ വാഴുന്നു. ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്ക് കേൾക്കാം ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം. ദേവി ഒരു കുളത്തിനുള്ളിൽ നിത്യനിദാനമായി വസിക്കുന്നു. സർവമംഗലമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഏകദേശം 12 വർഷത്തിലൊരിക്കൽ കിണർ വറ്റിക്കുന്നു, ദേവിയെ പുറത്തെടുക്കുന്നു. അതൊരു മഹോത്സവമായി കൊണ്ടാടുന്നു. പ്രധാന ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കുളം നിലനിൽക്കുന്നത്. അവിടെയാണ് ജലദുർഗയുടെ സാന്നിധ്യം. ജലധാരങ്ങളിൽ ജ്വലിക്കുന്ന ശക്തി, തിരമാലകളിൽ തുള്ളുന്ന ദേവി. ദിവസേന ഇവിടെ ക്ഷേത്രത്തിൽ നിത്യപൂജ നടക്കുന്നു. കുളത്തിലും പൂജ നിത്യം നടക്കുന്നു. 12 വർഷം കൂടുമ്പോൾ കുളം വറ്റിക്കുന്നു. കുളം വറ്റിക്കാൻ യന്ത്രങ്ങളുടെ സഹായം ഇപ്പോഴും തേടുന്നില്ല. അത് മനുഷ്യ ശക്തിയെ മാത്രം ആശ്രയിച്ച് വറ്റിക്കപ്പെടുന്നു. അതിനു മുമ്പ് ജ്യോതിഷപരമായിട്ടുള്ള അനുമതി തേടുന്നു. 14 ദേശങ്ങളുടെ സമ്മതി നേടുന്നു. ഇത് വിശ്വാസമല്ല, ഇതൊരു ജീവിച്ചിരിക്കുന്ന പാരമ്പര്യമാണ്. ഇവിടുത്തെ പൊങ്കാല പോലും വളരെ വ്യത്യസ്തമാണ്. ഇവിടെ പൊങ്കാലയ്ക്കായി ഉപയോഗിക്കുന്നത് ഉണക്കലരി, പയർ, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, കുരുമുളക്, ഉപ്പ് എന്നിവയൊക്കെയാണ്. അരിയിലും പയറിലും മണത്തിൽ മഞ്ഞളിലും ദേവിയുടെ സാന്നിധ്യം എങ്ങും നിറയുന്നു. ജലം, ഭൂമി, പ്രകൃതി, ആകാശം, അഗ്നി ഇവ 5ഉം ഒന്നിക്കുന്നിടത്ത് ദേവി സന്നിഹിതയാണ്. കുളത്തിൽ ദേവി, പ്രകൃതിയിൽ ദേവി, മേഘങ്ങളിൽ ദേവി, മണ്ണിൽ ദേവി, വിണ്ണിൽ ദേവി. സർവ്വതും ദേവിയുടെ ചൈതന്യത്താൽ മനോഹരമാകുന്ന ഇടം. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ഈ ദേവി വെറുമൊരു രൂപമല്ല, ഒരു അനുഭവമാണ്. തിരുവിലഞ്ഞാലിൽ ദേവി എല്ലാവർക്കും അനുഗ്രഹം നൽകട്ടെ. ദേവി ക്ഷേത്രത്തിലും കുളത്തിലും ഒരേ സമയം വാണരുളുന്നു. 12 വർഷത്തിലൊരിക്കൽ പുറത്തു വരുന്ന ദേവി, അതാണ് ജലദുർഗയുടെ രഹസ്യം. ജലദുർഗാദേവി ഏവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ തീർത്ഥയാത്ര ഇവിടെ അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള അതിവിശേഷപ്പെട്ട ക്ഷേത്രങ്ങളിലേക്ക് നമുക്കൊന്നിച്ച് ഒരു തീർത്ഥയാത്ര നടത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം.